ഡബിൾ കട്ടിംഗ് നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ മെയ് 18 തിങ്കളാഴ്ച നടക്കുന്ന ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുടെ ഭാഗമായി വിഗ്രഹ ഘോഷയാത്ര നടത്തി. പാറക്കടവ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച നാരുപാറ ക്ഷേത്രത്തിൽ സമാപിച്ച വിഗ്രഹ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മെയ് 18 നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ധ്വജപ്രതിഷ്ഠ, ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠ, ഗണപതി പ്രതിഷ്ഠ എന്നീ ചടങ്ങുകളുടെ ഭാഗമായാണ് ഗുരുദേവന്റെ വിഗ്രഹ ഘോഷയാത്ര നടത്തിയത്. കാമാക്ഷി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കമണി ഇടുക്കി ശാഖകളുടെ സ്വീകരണവും ഏറ്റുവാങ്ങിയാണ് വിഗ്രഹ ഘോഷയാത്ര ഡബിൾ കട്ടിംഗ് ടൗണിൽ എത്തിച്ചേർന്നത്. ടൗണിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് നാരുപാറ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ വിഗ്രഹം സ്വീകരിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധർ തന്ത്രികൾ, ക്ഷേത്രം ഉപദേഷ്ടാവ് ബോധിതീർത്ഥ സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മ ശാന്തികൾ എന്നിവർ ചേർന്ന് ഗുരുദേവന്റെ വിഗ്രഹം ഏറ്റുവാങ്ങി. നാരുപാറ 1763 നമ്പർ SNDP സഹായോഗത്തിന്റെ നേതൃത്വത്തിൽ പണിതീർത്തിട്ടുള്ള അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രം നാരുപാറയിലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല സമർപ്പണവും അതുപോലെ തന്നെ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും 2026 മെയ് മാസം 18 തീയതി 7 മണിക്കും 9:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തപ്പെടുകയാണ്. മെയ് 18 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ചുറ്റമ്പല സമർപ്പണം നടത്തും. SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട്, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത്, രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ദേവസ്വം ചെയർമാൻ ബിനീഷ് കോട്ടൂർ, ദേവസ്വം സെക്രട്ടറി സന്തോഷ് വാത്താത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി.